എടാ നീ പറത്തുന്നോ? എങ്ങനെ പറത്തുന്ന അത് സിമ്പിൾ അല്ലേ? അതൊക്കെ ഇങ്ങനെയല്ലേ പഠിക്കുന്നത്. ഇരിക്കൂട്ട ഒന്നും നോക്കിക്കോണേ, ഞാൻ ഇപ്പൊ വരാവേ. വളരെ സിമ്പിൾ ആണ്, ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ഇത് പിടിച്ചിട്ട് മല കണ്ടാൽ പൊക്കുക, കര കണ്ടാൽ താക്കുക, പൊക്കുക, താക്കുക. വളരെ സിമ്പിൾ അല്ലേ? ടേക്ക് ഇറ്റ് ഈസി. ഒരാപത്തും വരുത്തല്ലേ. കൊണ്ടുപോയി ഉടക്കി. നമ്മൾ ഡ്രോൺ എടുത്ത് നേരെ കൊല്ലം ആശ്രാമം മൈതാനത്തേക്ക് വന്നേക്കാണ്. വീട്ടിൻ്റെ അടുത്തൊന്നും പറത്താൻ പറ്റില്ല, ഫുള്ള് മരങ്ങളാണ്, അതുകൊണ്ട് അവിടെ നടക്കില്ല. അങ്ങനെ നേരെ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ട്. കാറ്റ് പിടിക്കുമെന്നൊക്കെ അറിഞ്ഞുകൂടാ, നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഫെസ്റ്റ് തുടങ്ങാനായിട്ട് പോവുക. ടൈറ്റാനിക്കും ഗുണാക്കയും ഒക്കെ ഉണ്ട്. അങ്ങനെ ഡിസംബർ 5 തൊട്ടാണ് ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെയാണ് ടൈറ്റാനിക്. ഡിസംബർ 5-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതേ അവിടെ റോസും ജാഗൊക്കെ നിൽപ്പുണ്ട്. ഇവിടെ ഇപ്പം അവസാനഘട്ട പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പറ്റുമെങ്കിൽ നമ്മൾ ഇതിൻ്റെ വീഡിയോ ചാനലിൽ ഇടുന്നതായിരിക്കും. കുറേ പേര് അവിടെ നിന്ന് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, പിന്നെ കുറേ പേര് ഡ്രൈവിങ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് ഡ്രോൺ ഒന്ന് പൊട്ടിച്ച് പറത്താൻ നോക്കാം. ഇതാണ് നമ്മുടെ ഐറ്റം, ഡ്രോൺ F198. 2700 രൂപയാണ് ഇതിന് ആമസോണിൽ വില വരുന്നത്. ഇത് വലിയ പ്രൊഫഷണലൊന്നുമല്ല, നമുക്ക് ഡ്രോണൊക്കെ ഒന്ന് പറത്തി പരിചയമാകാൻ വേണ്ടിയിട്ട് ഇത് വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇത് പിള്ളേരുടെ ടോയ് കാറ്റഗറിയിൽ പെടുന്ന ഡ്രോണാണ്. ഇത് ഈ കേസിനകത്താണ് നമുക്ക് ഡ്രോൺ വരുന്നത്. നമുക്ക് തുറന്നതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഒരു സൈഡിൽ യൂസർ മാനുവലും കാര്യങ്ങളൊക്കെയാണ്. ഒരു ചെറിയ കവറിനകത്ത് നമുക്ക് അതിൻ്റെ എക്സ്ട്രാ സ്പെയർ തന്നിട്ടുണ്ട്, അതിൻ്റെ പ്രൊപ്പലർ തന്നിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ചാർജ് ചെയ്യാനുള്ള കേബിളും ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രൊപ്പലറും എക്സ്ട്രാ 4 സ്ക്രൂവും അത് ടൈറ്റ് ചെയ്യാനൊരു സ്ക്രൂ ഡ്രൈവറും അവർ തന്നിട്ടുണ്ട്. ഇതാണ് ഡ്രോണിൻ്റെ റിമോട്ട്, ഡ്രോൺ, പിന്നെ ഒരു ബാറ്ററി കേസിനകത്ത് വരുന്നുണ്ട്. റിമോട്ട് അവിടെ താത്ത് വെക്കാം. പിന്നെ ഈ ഡ്രോണിനകത്ത് എക്സ്ട്രാ ഒരു ബാറ്ററി തരുന്നുണ്ട് അവർ. ടോട്ടൽ കേസിനകത്ത് 2 ബാറ്ററിയാണ് വരുന്നത്. ഒരെണ്ണം ഡ്രോണിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരെണ്ണം സ്പെയർ ആയിട്ട് അവിടെ കേസിനകത്ത് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഡ്രോൺ നോക്കാം. അതിൻ്റെ ഫ്രണ്ടിലൊരു ക്യാമറ ഉണ്ട്, ഇതാണ് മെയിൻ ക്യാമറ. പിന്നെ ഒരെണ്ണം ഉണ്ട്, ഇത് ബോട്ടം സൈഡിലൊരു ക്യാമറയും കൂടെ ഉണ്ട്. ഇത് 5 MB ക്യാമറ ആണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ക്വാളിറ്റി ഒന്നും കാണില്ല. ഇനി നമുക്ക് റിമോട്ടിൽ ബാറ്ററി ഇട്ടിട്ട് ഡ്രോൺ പറത്തി വെക്കാം. ക്ലോക്കിലിടുന്ന ടൈപ്പ് 3 ബാറ്ററിയാണ് റിമോട്ടിൽ വരുന്നത്. സാധനം ഓണായിട്ടുണ്ട്. ലൈറ്റ് കാണുന്നുണ്ടോ? ബാറ്ററി ഇട്ട് കൊടുക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രോൺ ഓണാക്കി നോക്കാം. ഇവിടെയാണ് അതിൻ്റെ പവർ ബട്ടൺ വരുന്നത്.
ലോങ് പ്രസ് ചെയ്താൽ ഓണാവും. ഒരു ട്യൂണൊക്കെ കേട്ട് സാധനം ഓണായിട്ടുണ്ട്. ലൈറ്റൊക്കെ വരുന്നുണ്ട്. എന്നാ വേണം തന്നെ വേണം വണ്ടി അങ്ങോട്ട് പോകുന്നത് കൺട്രോളുണ്ടോ? കാറ്റ് അങ്ങോട്ടാണ് നല്ല ബലത്തിൽ. അവിടെ അത്യാവശ്യം കാറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ലൊക്കേഷൻ നോക്കിപ്പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് കാറ്റിൻ്റെ കൂടെ പരുന്തും ഉണ്ടായിരുന്നു. അങ്ങനെ 2 പരുന്തുകൾ ഡ്രോൺ റാഞ്ചാനൊക്കെ വന്നു. വരുന്നത് ഒട്ടടിയാണ് ഉണ്ട്. വരുന്ന റൗണ്ട് ചെയ്യട്ടോ. ഇതാണ് നമ്മുടെ ഡ്രോണിൻ്റെ നൈറ്റ് ലുക്ക്. അത്യാവശ്യം ലൈറ്റൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ല ലുക്കായിട്ട് തോന്നുന്നുണ്ട്. കഴിക്കുന്നില്ല. വേറുണ്ടോ വേറെ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഡ്രോണിൻ്റെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.